ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ അവരുടെ ഹൗസിലേക്ക് കടന്നു, ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഏറ്റവും എക്സൈറ്റഡ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേൽ തക്രാൾ എന്ന് പറയുന്ന ബിഗ് ബോസ് സീസൺ 9 ഹിന്ദി ബിഗ് ബോസ് സീസൺ 9 വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറിയിട്ടുള്ള ജിസേൽ തക്രാളിൻ്റെ ഒരു എൻട്രിയാണ്. ആരും പ്രതീക്ഷിച്ചില്ല, അൺഎക്സ്പെക്റ്റഡ് എൻട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഇമേജസ് ഒക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടിവും. അതുപോലത്തെ ഒരു നടിയാണ് അവർ. ഇവരുടെ ഒരു ബോൺ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്, പക്ഷേ ഇവർ പഞ്ചാബിലാണ്, പഞ്ചാബുകാരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മലയാളം ബിഗ് ബോസ് സീസണിൽ ഇവർക്ക് എൻട്രി കിട്ടിയത് നമുക്കറിയാം. ഇവർക്ക് മലയാളം അറിയോ എന്നാൽ, കാരണം മലയാളത്തിൽ സംസാരിക്കണമെന്ന് നിർബന്ധമുള്ളതായിട്ടാണ് നമ്മൾ മുൻപത്തെ സീസണിലൊക്കെ കണ്ടിട്ടുള്ളത്. കണ്ടസ്റ്റൻസ് മലയാളം സംസാരിച്ചിരിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ലാലേട്ടൻ എതിർത്തിരുന്നു. പക്ഷേ ഈ ജിസേൽ തക്രാൾ എങ്ങനെയാണ് മലയാളം സംസാരിക്കുന്നത്? അവർ ഹിന്ദി ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ഇനി അവർക്ക് മലയാളവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രി തന്നെയാണ് ജിസേൽ തക്രാളിൻ്റെ. അവർ ഒരു മിസ് രാജസ്ഥാനായിട്ട് തിരഞ്ഞെടുത്തുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരും പ്രതീക്ഷിച്ചില്ല, ഒരു ആളുടെ പോലും പ്രഡിക്ഷൻ ലിസ്റ്റിൽ പോലും വരാത്ത ഒരു കണ്ടസ്റ്റന്റ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഹിന്ദിക്കാരി ആണെന്നുള്ള രീതിയിൽ ആരും പ്രതീക്ഷിക്കില്ല അങ്ങനെ ഒരാൾ വരുമെന്നുള്ളത്. പിന്നെ ബിഗ് ബോസിൽ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിസേൽ തക്രാൾ എന്ന് പറയുന്നത്. എന്തായാലും കണ്ടറിയാം, അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊടുത്തു എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഇവർ ബിഗ് ബോസ് സീസൺ 9 ഹിന്ദിയിൽ വന്നുവെങ്കിലും ഇവരധികം നാൾ നിന്നില്ല. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നു, അപ്പോൾ തന്നെ അവർ ഔട്ട് ആവുകയും ചെയ്തു. കുറച്ചൊരു സ്പാൻ ഓഫ് ടൈം മാത്രമേ അവരവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലേക്ക് ഇവർ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് ടീം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല. ഇനി പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒരു പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇത്രയും ഗ്ലാമറസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് വരിക എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഭയങ്കര വിവാദമായിരിക്കും. അവരെ പുറത്താക്കാനുള്ള പല ശ്രമങ്ങളും നടന്നാലും അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ മലയാളീസിന് അതറിയാലോ. അപ്പോൾ എന്തായാലും ജിസേൽ എങ്ങനെയാണ് കളിക്കുന്നത് നമുക്കൊക്കെ കാണാം. എന്തായാലും ഇത് ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രി തന്നെയാണ് കേട്ടോ. പ്രതീക്ഷിച്ച കുറേ കണ്ടസ്റ്റൻസ് ഈ ബിഗ് ബോസ് സീസണിൽ എൻട്രി ആയിട്ടില്ല. രേണുസുതി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ നിന്ന്, പക്ഷേ ഇപ്പോൾ രേണുസുതി എൻട്രി ആയി എന്നാണ് അറിയുന്നത്. ലാസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എൻട്രി ആയെന്നൊക്കെ നമ്മൾ അറിയുന്നു. എന്തായാലും കുറച്ച് മണിക്കൂറുകൾ കൂടെ ഉള്ളൂ ബിഗ് ബോസ് സീസൺ 7 ആരംഭിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഗ്രാൻഡായിട്ട് ഓപ്പണിംഗ് ആണ്, എല്ലാവരും എക്സ്പെക്റ്റഡ് ആണ്. ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികളും ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയാണ് ഇതിൻ്റെ ആരൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ ആൾക്കാരെല്ലാം വരിക എന്നൊക്കെയുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ബിഗ് ബോസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ്, അതിൽ എല്ലാവരും കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ വരുന്ന ഒരു ഗ്രാൻഡ് എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ കാത്തിരിക്കാൻ നന്നായിരിക്കും എന്ന് തോന്നുന്നു. എല്ലാവരും ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. അല്ല, എൻ്റെ ഷൂട്ട് കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.